46-ാമത്തെ ദിവസം ഡിസ്നി ഹോട്ട്സ്റ്റാർ കോൺടെസ്റ്റിൽ ശ്രീരേഖയാണ് തിരഞ്ഞെടുത്തത്. ശ്രീരേഖയ്ക്ക് ഇഷ്ടമുള്ള ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ അനുകരിക്കാം. അങ്ങനെ ശ്രീരേഖ തിരഞ്ഞെടുക്കുന്നത് രശ്മിനെയാണ്. വളരെ ഗംഭീരമായിട്ട് തന്നെ ശ്രീരേഖ അത് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബിഗ് ബോസ് ഇൻഫോം ചെയ്യുകയാണ് ഹൗസ് മേറ്റ്സിനോട്. സിവിനും പൂജയും എന്നേക്കുമായി ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞു. കാരണം മെഡിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. പിന്നെ ജാസ്മിനെ കണ്ടുകൊണ്ടാണോന്നറിയില്ല, രശ്മിൻ ഇന്നൊരു പുതിയ ഡ്രാമ സ്റ്റാർട്ട് ചെയ്തു. എന്നോട് എന്നെ കേൾക്കാൻ ആരുമില്ല, ഞാൻ എല്ലാവരെയും കേൾക്കുന്നുണ്ട്. ഇവളാകപ്പാട് അവിടെ ജാസ്മിനെ മാത്രമേ കേട്ടതായിട്ടാണ് എൻ്റെ ഓർമ്മ. പിന്നെ നൂറയും. പിന്നെ ബാക്കിയുള്ളവർ എവിടെ ഇരുന്ന് കേട്ടു എന്ന് എനിക്ക് മനസ്സിലാവണില്ല. എനിവേസ്, അങ്ങനെ രശ്മിനെ കൺഫെഷൻ റൂമിൽ വിളിക്കുന്നു ബിഗ് ബോസ്. നല്ലതാണ്, കാരണം നോമിനേഷൻ നിൽക്കുന്നുണ്ട്, പോവുമോ എന്നൊരു പേടി ഉള്ളിലുണ്ട്. അപ്പോൾ ഡ്രാമ കളിക്കണമല്ലോ, കാരണം കൂട്ടുകാരനും കൂട്ടുകാരിയും നന്നായിട്ട് അവിടെ ഡ്രാമ കളിക്കുന്നുണ്ടല്ലോ. അതിനുശേഷം വീണ്ടും ജബ്രി ഷോ, ഇന്നലത്തെ വേറൊരു വെർഷൻ, ക്ലാരിറ്റി ഉണ്ടാക്കൽ, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ. എന്തിനാണ് ഈ ചീപ്പ് ഷോ അവിടെ കിടന്ന് അവർ കാണിക്കണമെന്ന് മനസ്സിലാവില്ല. അതിൻ്റെ ഇടയിൽ ഒരുപാട് ഡയലോഗുകൾ ജനങ്ങളിലേക്ക് വിടുന്നുണ്ട്. ഈ നോമിനേഷനിൽ ഞാൻ 150% പുറത്തു പോവും. ജാസ്മിനെ പുറത്തിരുന്ന് കാണുന്ന ജനങ്ങളെ മണ്ടന്മാരല്ല കേട്ടോ. ഈ ചീപ്പ് ഡ്രാമ ഇങ്ങോട്ടിറക്കണ്ട. മിനിമം നിൻ്റെ വീട്ടുകാരെ ഒന്ന് നീ ആലോചിച്ചാൽ മതി. ഇതേ സമയം തന്നെ അർജുനും സിജോയും അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. സിജോയുടെ പോയിന്റ് വളരെ ക്ലിയർ ആയിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. കാരണം പുറത്ത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ പെൺകുട്ടി ഇതിൻ്റെ അകത്ത് വന്ന് ഇത്രയും ചീപ്പ് കാര്യങ്ങൾ കാണിക്കുമ്പോൾ അതിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒറ്റ കാര്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോവാണ് എന്നുള്ള ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ തീരും. സിജോ യാർ, ലവ് യു യാർ. അതിനുശേഷം ബിഗ് ബോസ് വിളിച്ച് പറയുന്നുണ്ട് 46-ാമത്തെ ദിവസത്തെ സ്പെഷ്യൽ ഇവൻ്റ് എന്ന് പറയുന്നത് ബിഗ് ബോസ് ക്രൂവിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സ്കിറ്റാണ്. അതിനുശേഷം ചലഞ്ച് 3 ഡേഞ്ചർ സോൺ ടാസ്ക് തുടങ്ങുന്നു. എങ്ങനെയെന്നറിയില്ല, ഗബ്രിയും ജാസ്മിനും ഭയങ്കര എനർജി. ചിലപ്പോൾ ഒന്നിച്ച് കൂടെ കുറേ നേരം ഇരുന്നതല്ലേ, അപ്പം അതുവഴി ഞങ്ങൾ എനർജി ട്രാൻസ്ഫർ ആയതായിരിക്കും. അതല്ലെങ്കിൽ അതിന് ഭയങ്കര മിടുക്കരാണല്ലോ. ഇത്രയും ഷോ കാണിച്ചതിന് ശേഷം പെട്ടെന്ന് ടാസ്ക് വരുമ്പോൾ എനർജിയിലേക്ക് വരാൻ അവർ രണ്ടുപേരുടെയും ആ ഒരു ഊർജം, അത് സമ്മതിച്ചേ പറ്റുള്ളൂ. എല്ലാ ഡ്രാമ കഴിഞ്ഞിട്ടും ഇതവരുടെ സ്ഥിരം പരിപാടിയായി തുടരുകയാണല്ലോ. റൗണ്ട് 1 ഋഷി ഔട്ട്, ജിൻഡോ ഗബ്രി ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ബിഗ് ബോസ് പറയുന്നു രണ്ടുപേരെയും 2 റൂമിൽ കൊണ്ട് കയറ്റി. അതിനുശേഷം CID രാംദാസ് എത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മക്കളെ ഗെയിം മര്യാദയ്ക്ക് കളിക്കും മക്കളെ. ഒരു ഗെയിം സ്പിരിറ്റോട് കൂടി കളിക്കാൻ നിങ്ങൾക്കറിയില്ലേ? വളരെ കഷ്ടം. അതിനുശേഷം ബിഗ് ബോസ് പറയുന്നുണ്ട് ജിൻഡയും ഗബ്രിയും ഷേക്ക് ഹാൻഡ് കൊടുത്ത് കളി റീസ്റ്റാർട്ട് ചെയ്യാൻ. റൗണ്ട് 2 അൻസിബ ഔട്ട്. അതിൻ്റെ ഇടയിലും വീണ്ടും ഡ്രാമ, കെട്ടിപ്പിടുത്തവും ഉമ്മം വയ്ക്കൽ നടക്കുന്നുണ്ട് അവിടെ. ജബ്രി, പടച്ചവനെ കാത്തോണേ, ഇവരെന്തായി വിചാരിക്കണത്? പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ, മാനം വിറ്റും പണം വന്നാൽ പണം ആ മാനം മറയ്ക്കുമെന്നായിരിക്കും ജാസ്മിൻ്റെ ധാരണ. നല്ലതാ. റൗണ്ട് 3 ജാസ്മിൻ ഔട്ടാകുന്നു. ഇതിൻ്റെ ഇടയിൽ ജാസ്മിൻ അവിടെ ഒരു തെണ്ടിത്തരം കാണിക്കുന്നുണ്ട്. അവിടെ ഗബ്രിയെ ഒട്ടിക്കാതെ അവൾ പോയി പുറത്തങ്ങോട്ട് സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്മോക്കിംഗ് റൂമിലിരുന്ന ശരണ്യെ കാണുന്നില്ല. അതൊക്കെ ശേഷം ജാസ്മിൻ ആ റൗണ്ടിൽ നിന്ന് ഔട്ടാവുന്നുണ്ട്. നന്ദന ഇത് കൈയോടെ പൊക്കി ജാസ്മിൻ്റെ നെറുകം തലക്കിട്ട് അടി കൊടുക്കുന്നുണ്ട്. നമ്മളെ കളിക്കുകയാണെങ്കിൽ കളി, അല്ലാതെ 2 വെള്ളത്തിൽ കാല് വെച്ചുള്ള തുഴയിൽ വേണ്ടാന്ന്. ജാസ്മിൻ വളരെ ഭയങ്കരമായിട്ട് അതിനെ ഇത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നന്ദനെ വിട്ടുകൊടുക്കുന്നില്ല. നന്ദനയുടെ പോയിന്റ് വളരെ ക്ലിയർ ആയിരുന്നു. ബിഗ് ബോസ് ക്യാപ്റ്റനോട് ചോദിക്കുന്നുണ്ട് റൗണ്ടിൽ ആരാണ് ഔട്ടായത്. ക്യാപ്റ്റൻ പറയുന്നു ജിൻഡോ ഔട്ട്. അങ്ങനെ പഴയ പവർ ടീം തന്നെ വീണ്ടും പവർ ടീമായിട്ട് പവർ റൂമിലേക്ക് എൻ്റർ ചെയ്യാണ്. അപ്പോൾ ജാസ്മിൻ അവിടെ സോഫയിലിരുന്ന് എന്നെ ഡയലോഗ് അടിക്കുന്നുണ്ട്. അതിനും കൃത്യമായിട്ട് നന്ദന പറയുന്നുണ്ട്, നിൻ്റെ തുഴച്ചിൽ ഇങ്ങോട്ട് എടുക്കണ്ട, അത് നീ നിൻ്റെ ആൾക്കാരോട് പോയി തുഴഞ്ഞാൽ മതി. ഇവിടെ നീ കാണിക്കുന്നതൊക്കെ എല്ലാവരും കാണുന്നുണ്ട്, അപ്പോൾ ആ കളി എന്നോട് വേണ്ട. നന്ദന ലവ് യു യാർ. അങ്ങനെ ഒരു ദിവസം കൂടി അവസാനിക്കുന്നു.